ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ്, ഞാനറിയാതെ വേദ ഈ വീട്ടിലെത്തിക്കാനായിട്ട് ഇനി വിക്രമിനെതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയടാ എന്ന് പറയാണ്. ഈ സമയത്ത് ദീപ്തി അവിടേക്ക് വരികയാണ്. അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ചോദിച്ചത് കേട്ടില്ലടാ, നീ സത്യം തുറന്ന് പറയാനേ. ഈ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ തല മുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, എനിക്കറിയണം നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാണ് കേട്ടോ. അന്നേരം ശ്രീകാന്ത് പറയാണ്, ശരിയാണ്, എനിക്കതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടെ അച്ഛനെ ബോധ്യപ്പെടുത്താനുണ്ടെന്ന് പറയും. അപ്പോൾ നീ അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ അച്ഛന് സത്യങ്ങൾ അറിഞ്ഞൂടെ, വരുണിനെ കൊന്നത് വിക്രമാണെന്ന് പറയുമ്പോഴേക്കും ദീപ്തി വരികയാണ് കേട്ടോ. വരുണിനെ കൊന്നത് വിക്രമേട്ടനാണെന്നുണ്ട്, എങ്ങനെയാണ് ശ്രീകാന്തേട്ടൻ അറിഞ്ഞത് എന്ന് ചോദിക്കുകയും അന്നേരം ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല. വരുണിനെ കൊന്നത് വിക്രമേട്ടനല്ല, പക്ഷേ ശ്രീയേട്ടൻ അതെങ്ങനെ അറിഞ്ഞു വിക്രമേട്ടനാണെന്ന്, വിക്രമേട്ടനെ ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ്, ദീപ്തി ചോദിച്ച അതേ ചോദ്യം ഞാനും ചോദിക്കാനിരുന്നാണ്, നീ സത്യം പറയുമെന്ന് പറയുകയാണേ. അന്നേരം ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ പറയാണ്, അത് അവർ തമ്മിൽ മുമ്പേ ശത്രുത ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വിക്രമേനെയായിരിക്കും കൊന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദീപ്തി പറയും, അല്ല, വരുണിനെ കൊന്നത് വിക്രമേട്ടനാണെന്ന് വരുത്തി തീർത്തിട്ട് വരുണിൻ്റെ അച്ഛൻ വാസവനെ കൊണ്ട് വിക്രമേട്ടനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിച്ചതെന്ന് പറയുന്ന സമയത്ത് ശ്രീകാന്ത് പറയാം, അതേടി അത് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും മുഖത്തൊരടി കിട്ടുകയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ പോകുമ്പോഴേക്കും ശ്രീകാന്ത് കൈ തടയാണ്. എന്തിനാണ് അച്ഛൻ എന്നെ തല്ലുന്നത്, അച്ഛൻ തന്നെയല്ലേ വേദ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ദിവസം എന്നോട് പറഞ്ഞത് ഒരു പോലീസ് എൻകൗണ്ടറിലൂടെ അവൻ്റെ കഥ അഴിക്കണം എന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ തന്നെയല്ലേ അന്ന് അങ്ങനെ പറഞ്ഞത്, അന്ന് തുടങ്ങി ഞാൻ അവളെ പിന്നിൽ കൂടെ തന്നെയായിരുന്നു, അവളെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണേ. അവനെ സമരപന്തലിൽ വെച്ചിട്ട് കൊടുക്കാൻ നോക്കിയതും അവൻ്റെ ചേട്ടനെ പോലീസിൽ ഏൽപ്പിച്ചതും പോലീസിൽ പിടിപ്പിച്ചതും അതുപോലെ വേറെ പല കാര്യങ്ങളും അവൾ ഇവിടെ എത്താൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് സത്യം തന്നെയാണ് എന്ന് പറയും. അന്നേരം പത്മൻ ചോദിക്കുകയാണ്, അപ്പോൾ അവൾ ഇവിടെ എത്തിയത് അവൾ ഇഷ്ടപ്രകാരമല്ലല്ലേ, നീ കാരനാണോ, പറയടാ, നീ കാരനാണോ അവൾ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അന്നേരം വേദ വരികയാണേ. അങ്ങനെ അത്ര ഉറപ്പോട് കൂടിയൊന്നും അയാൾക്കത് സമ്മതിക്കാൻ പറ്റില്ല അമ്മേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ താഴത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, അതിനു മുമ്പേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, നാളത്തെ പേപ്പറിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു വാർത്ത ഞാൻ പറയാം. പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി ശങ്കരനാരായണൻ, ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ വീട്ടിൽ ഇത്രയും നാളും ഒളിച്ചു താമസിച്ചിരുന്നു എന്നുള്ള സത്യം, അത് ഞാൻ ഇന്നിവിടെ തെളിയിക്കാൻ പോണ്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ വേദന മുഖാകം അങ്ങാണ് കേട്ടോ. ശങ്കരനാരായണൻ ചോദിക്കും, നീ എന്താടാ പറയുന്നതെന്ന് ചോദിക്കണേ, അതൊക്കെ ഞാൻ അച്ഛന് തെളിയിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് വേദന അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാടി, അവനെ ഇന്ന് ഈ നിമിഷം ഞാൻ പിടികൂടുന്നു പറഞ്ഞിട്ട് മുകളിലേക്ക് ഓടിക്കയറാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പിന്നെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നിൽക്കടോ അവിടെ എന്ന് പറഞ്ഞു കണ്ടിട്ട്, പക്ഷേ ശ്രീകാന്ത് ഓടി മുകളിലേക്ക് കയറാണ്. ബാക്കി എല്ലാവരും മുകളിലേക്ക് വരികയാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ വേദന മുറി തുറന്ന് ശ്രീകാന്ത് എല്ലാ സ്ഥലത്തും നോക്കുകയാണ്, മുറിയിലും ബാത്റൂമിലും കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കുകയാണ്. എന്നിട്ട് കാണാതാവുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെയെടി അവനെന്ന് ചോദിക്കുകയാണ്. ഇറങ്ങി പോടോ എൻ്റെ മുന്നിന് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാണ് കേട്ടോ. ശ്രീകാന്തിനെ ബലമായി പിടിച്ച് വലിച്ച് ഉന്തി തള്ളി പുറത്തേക്ക് കൊണ്ട് തള്ളാണ് വേദ. അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനോട് വേദ പറയുന്നുണ്ട്, ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, ഇത് എൻ്റെ സ്വകാര്യ സ്പേസാണ്, എൻ്റെ മുറി, അപ്പോൾ അതിലേക്ക് കയറാനായിട്ട് തനിക്കും ഒരു അവകാശമില്ല, മാത്രമല്ല ഈ ഒരു മുറിയിലേക്ക് മാത്രമല്ല എനിക്ക് അവകാശപ്പെട്ട ഒരു സ്ഥലത്തേക്കും ഇടിച്ചു കയറാനുള്ളൊരു അവകാശം എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചാണെന്നുള്ളൊരു അവകാശത്തിൽ തനിക്ക് ഞാൻ വിട്ടുതരുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, അവനെയാണ് എനിക്ക് കാണേണ്ടത്, നീ അവനെ ഒളിപ്പിച്ചിട്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയാൻ കേട്ടോ. അന്നേരം വേദ പറയാണ്, താൻ എന്താ പറഞ്ഞത്, പണിക്കത്ത് തറവാട്ടിൽ ഒരു ഗുണ്ടര കുഞ്ഞ് പ്രസവിക്കില്ല എന്നോ, ഗുണ്ടര കുഞ്ഞിനെ പ്രസവിക്കാൻ സമ്മതിക്കില്ല എന്നോ, എന്നാൽ കേട്ടോ, ആ ഗുണ്ടര കുഞ്ഞിനെ തന്നെയാണോ ഞാൻ പ്രസവിക്കാൻ പോകുന്നത്, താൻ ഓർത്തു വെച്ചോ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് കൈ വീശിയിട്ട് വേദന മുഖത്ത് അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കണം. അതിനുശേഷം വേദന മുടിക്ക് ഇങ്ങനെ കയറി പിടിച്ചിട്ട് ശരിക്കും ശ്രീകാന്ത് ശരിക്കൊരു ക്രിമിനലായിട്ട് മാറി കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ച് വലിച്ചിട്ട് വേദന അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണേ. അപ്പോഴേക്കും എല്ലാവരും കൂടെ വരുന്നുണ്ട്. ശങ്കരനാരായണൻ വന്ന് പിടിക്കുമ്പോഴേക്കും ശങ്കരനാരായണനെ നെഞ്ചത്ത് പിടിച്ചൊരൊറ്റ തള്ളും. അങ്ങനെ ശങ്കരനാരായണൻ വന്നിട്ട് സോഫയിലേക്ക് വീഴുന്നുണ്ട്. അതിനുശേഷം വേദന ചുമരുമ്പിലേക്ക് തള്ളിയിടാണ്.
അതിനുശേഷം ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് അടിക്കാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് വിക്രം അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് മുകളിൽ. അപ്പോഴേക്കും വിക്രം ഇതിനൊന്നും കേട്ടിട്ട് അവിടെ അടങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ വിക്രം വന്നിങ്ങാട്ട് ശ്രീകാന്തിന് ഒറ്റ ചവിട്ടാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് തലയിടിച്ചിങ്ങാണ്ട് താഴത്തേക്ക് വീഴാണ്. അപ്പം എല്ലാവരും വിക്രമിനെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വിക്രം ചെല്ലാണ് കേട്ടോ. അപ്പോൾ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. കാരണം വിക്രം അവിടെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലായി എല്ലാവർക്കും. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വിക്രം ചെന്നതിന് ശേഷം നെഞ്ചത്തും കവിളത്തൊക്കെ നല്ല ചവിട്ടാണ് കേട്ടോ. അങ്ങനെ ആവശ്യ നിലയിലാക്കുകയാണ്. അതിനുശേഷം വേദന അടിക്കാൻ പോയിട്ടുള്ളൊരു ഫ്ലവർ വേസിൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് അടിക്കാൻ പോവുകയാണ്. തലയിൽ അടിക്കാൻ പോകുമ്പോഴേക്കും വേദ വന്നിട്ട് ഓടി വന്നിട്ട് കൈ പിടിക്കുകയാണ് കേട്ടോ. വിക്രം ചെയ്യരുത് വിക്രം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ വന്നിങ്ങാട്ട് വിക്രമിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അവസാനം വിക്രം അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. വേദ പറഞ്ഞതനുസരിച്ചിട്ട് വിക്രം ആ ഫ്ലവർ വേസ് താഴെ ഇടാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വേദ ശങ്കരനാരായണനോട് പറയാണ്, അച്ഛൻ ചോദിച്ചില്ലേ എന്നോട് ഞാൻ എന്തിനാണ് വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ല എന്ന് അച്ഛൻ പറഞ്ഞില്ലേ. അത് ശരിയാണ്, ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ല, ഞാൻ പറഞ്ഞത് നുണ തന്നെയാണ്. അന്ന് ഞാൻ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇയാൾ കാരനാണ് എന്ന് പറയാണ് കേട്ടോ, ശ്രീകാന്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട്. ഇയാൾ എൻ്റെ പിന്നിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പല രീതിയിൽ എന്നെ വിക്രമിനെ പിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ശുചീൻ്റെ അടുത്ത് വെച്ചിട്ട് വിക്രമിൻ്റെ അച്ഛനെ കാണാതായില്ലേ, അന്ന് ആ സമയത്ത് തന്നെ ഇയാളുടെ ആൾക്കാർ എന്നെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഒരു സ്ഥലത്തെത്തിച്ചു. അവിടെ വെച്ചിട്ടാണ് ഇയാൾ എൻ്റെ വിക്രമിൻ്റെ അച്ഛനെ ജീവനെ വില പേശിയത് എന്ന് പറയാൻ കേട്ടോ. അതായത് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ച് വന്നില്ലെങ്കിൽ വിക്രമിൻ്റെ അച്ഛൻ ജീവനോട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലില്ല എന്നാണ് ഇയാൾ എനിക്ക് തന്ന ഇയാൾ എന്നോട് പറഞ്ഞതെന്ന് പറയാം കേട്ടോ. അങ്ങനെ വേറെ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് അച്ഛൻ്റെ ജീവൻ തിരഞ്ഞെടുക്കാതെ വേറെ വഴിയില്ലാതായി. പക്ഷേ ഇയാൾ വിചാരിച്ചു എന്നേക്കുമായിട്ടാണ് ഞാൻ അവിടെ നിന്നും പോകുന്നത്. പക്ഷേ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇയാളുടെ കള്ളത്തരം മുഴുവൻ അച്ഛൻ്റെ മുന്നിൽ പൊളിക്കണം, ഇയാളുടെ മുഖം മൂടി അച്ഛൻ്റെ മുന്നിൽ വലിച്ചു കീറണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ ഇയാൾ വിചാരിച്ച് എക്കാലത്തും ഞാൻ വിക്രമിനെ ഉപേക്ഷിച്ച് പോകുന്നതാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ ശങ്കരനാരായണനും പത്മവും. പക്ഷേ അതിൻ്റെ ഇടയിലാണ് വരുൺ കൊല്ലപ്പെട്ടത്. പക്ഷേ വരുൺ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതകം കൂടിയിട്ട് ഇയാൾ വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇയാൾ വാസവനെ കൊണ്ട് വിക്രമിനെ കൊല്ലാൻ ശ്രമിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിക്രമിനെ വാസവൻ വെടിവെച്ച രാത്രിയിൽ വിക്രം എന്നെ വിളിച്ചു. ഒരു നിരപരാധിയുടെ ജീവൻ രക്ഷിക്കാൻ വിക്രമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതല്ല എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടോ. അന്നേരം വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിനോട് എനിക്ക് ഒരു വിഷമവും ഇല്ല സാറേ, ഞാനത് തുറന്നു പറയുകയും ചെയ്യും. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. വരുണിൻ്റെ കൊലപാതകം എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ്. ദീപ്തിയും വരുണും തമ്മിലുള്ള വിവാഹം നടക്കും എന്ന് ഉറപ്പായപ്പോഴാണ് വരുണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ആ കൊലപാതകം എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഇവർ ശ്രമിച്ചത്. പിന്നെ ആകെ അറിയാവുന്ന ഒരാൾ പുളിക്കൻ മാത്രമാണ്. പക്ഷേ ഇപ്പം പുളിക്കനും ഇല്ലാതായി. ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാലോ, പുളിക്കനെ ഇല്ലാതാക്കിയതും വരുണിനെ ഇല്ലാതാക്കിയതും ആരാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ നോക്കുകയാണ് കേട്ടോ. പത്മവും ശങ്കരനാരായണനൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ത്ത് കെടുക്കുകയാണ് കേട്ടോ, ഒന്നും മിണ്ടാതെ. അപ്പോൾ വിക്രം പറയാണ്, എന്തായാലും ഈ കൊലപാതകം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് തെളിയിച്ചേ മതിയാവും. അതിന് ഇനി ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയേ ഉള്ളൂ, ഒരേ ഒരു സാക്ഷി. ആ സാക്ഷിയുമായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് തിരിച്ചു വരും. അന്നേരം വേദയും പറയുന്നുണ്ട്, ഉറപ്പായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരും എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കേണ്ട, ഞങ്ങൾ സകല തെളിവുകളായിട്ട് തിരിച്ചു വരും. ഇപ്പം ഞാൻ എന്തായാലും വിക്രമിൻ്റെ കൂടെ പോവുകയാണ് അച്ഛാന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ശങ്കരനാരായണൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാണ്. അപ്പോൾ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ താഴേക്ക് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛനോട് പറയാണ്, അച്ഛാ വിടരുത് അച്ഛാ, അവനെ വിടരുത്, പോലീസിനെ വിളിക്കുക അച്ഛാ, പോലീസിനെ വിളിച്ചിട്ട് ഇപ്പം തന്നെ അവനെ പോലീസിനെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുകയാണേ. അന്നേരം ആ ഫോൺ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞിട്ട് വർഷനോട് ആ ഫോൺ ചോദിക്കുകയാണ്. അന്നേരം ഫോൺ കൊടുക്കാൻ പോകുമ്പോൾ ശങ്കരനാരായണൻ പറയാണ്, ഇന്നിവിടെ ആരും ഒരാളെയും വിളിക്കുന്നില്ല. പിന്നെ കാലങ്ങളായിട്ടുള്ളൊരു പഴഞ്ചൊല്ല് ഞാൻ പറയാം, പഴയതാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല, മങ്ങലേറ്റിട്ടില്ല.
1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എന്തായാലും അവൻ പോയിട്ട് സത്യം തെളിയിക്കട്ടെ. ആ സത്യം തെളിയിച്ച് അവൻ വരുന്നത് വരെ മാത്രമേ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നീയും ഈ വീട്ടിലുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണനൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീകാന്ത് വർഷനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ആരോ വിളിച്ച് പറയാനായിട്ട്. അങ്ങനെ വർഷയാണെന്നുണ്ടെങ്കിൽ വേഗം താഴത്തേക്ക് പോയിട്ട് നേരെ ശങ്കരനാരായണനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണനല്ല ചന്ദ്രശേഖരനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആ ഗുണ്ട ആ വിക്രമുണ്ടല്ലോ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. നീ എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വർഷം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രശേഖരനോട് പറയുകയാണ്. എന്നാൽ നീ ഫോൺ വെച്ചോ, ഞാനിപ്പോൾ വേറൊരാൾക്ക് വിളിക്കട്ടെ എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നേരെ പോലീസുകാർക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ആളെ ഇപ്പോൾ സിറ്റിയിലുണ്ടെന്ന് പറയട്ടോ. ആര്? ആ വിക്രം, അല്ലാതെ പിന്നെ ആര്? നിങ്ങൾ പോയിട്ട് ആ ശങ്കരനാരായണൻ്റെ വീടൊക്കെ അരിച്ചു പറക്കിയിട്ട് എന്തായി എന്ന് പറയാൻ കേട്ടോ. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല സാറേ, കുന്തം അവിടെ ഉണ്ടായില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അവനെ അവിടെ തന്നെ ഉണ്ട് ഉറങ്ങി കെടുക്കായിരുന്നു. നിങ്ങൾക്കതൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാരൻ അയാൾ കുറേ വഴക്കൊക്കെ പറയാണ് കേട്ടോ. ഇപ്പം എന്തായാലും അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, സിറ്റിയിലുണ്ടാവും. അവൻ ചെല്ലാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചേക്ക് എന്ന് പറയുക പോലീസുകാരനോട്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ആ ശരി എന്നാൽ ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണേ. പിന്നെ കാണിക്കുന്നത് അനിയൻകുട്ടനെയാണ് കേട്ടോ. അനിയൻകുട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ കൊല്ലും എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോസ് പറയാം, അനിയൻകുട്ട നീ എന്തെങ്കിലും ഒന്ന് പറയടാ എന്ന് പറയട്ടോ. അപ്പോഴേക്കും രാജേട്ടൻ്റെ ഗ്ലാസ് കാപ്പിയും കൊണ്ട് വരണേടാ, നീ ഇതൊന്ന് കുടിപ്പിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് പലതവണ കുടിക്കാൻ പറയേണ്ട കുടിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ കുറേ വടിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അകത്തേക്ക് ചെന്നിട്ട് ജോസഫിനെ രാജേട്ടനെ തട്ടി താഴെ ഇട്ടിട്ട് അവരെ രണ്ടാൾ തല്ലുന്ന സമയത്ത് അനിയൻകുട്ടിൻ്റെ അടുത്ത് ഒരാൾ ഓടി വണ്ടിയിലേക്ക് കയറാടി. അങ്ങനെ അനിയൻകുട്ടിനെ വണ്ടിയിലേക്ക് കയറ്റണ ആ സമയത്ത് അവിടെ വേദയും വിക്രം കൂടിയിട്ട് വന്നു നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് കാണിക്കുമ്പോൾ തന്നെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രമോല് കാണിക്കുന്നത് അവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അനിയൻകുട്ടിനെ കൊണ്ടുപോകുന്നത് കണ്ട് ആ ഗുണ്ടകളൊക്കെ അടിച്ചു ഒതുക്കാണ് കേട്ടോ. വിക്രമും വേദയും കൂടിയിട്ട് വേദയും തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഗുണ്ടകളൊക്കെ അടിക്കുകയും അതുപോലെ വടി പിടിച്ച് വലിച്ച് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വേദ പറയുന്നുണ്ട്, അനിയൻകുട്ടിനെയും കൊണ്ട് ഞങ്ങൾ പോകുകയാണ്, കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവുന്ന വരെ ഞങ്ങൾ മൂന്നാളും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അനിയൻകുട്ടിനെയും കൊണ്ടാണ് വേദയും വിക്രമും ആ സ്ഥലത്ത് നിന്ന് പോകുന്നത്. പക്ഷേ ഈ സമയത്ത് ജോസഫിനെയും രാജേട്ടനെയും ശ്രീകാന്ത് തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ആയിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.